ഇരിട്ടി കീഴൂർകുന്നിൽ പുതുതായി ചായക്കട എന്ന പേരിൽ ആരംഭിച്ച തട്ടുകടയ്ക്കെതിരെ പരാതി ഉയർന്നതിന്റെ സാഹചര്യത്തിൽ തട്ടുകട അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഇതിനെതിരെ തട്ടുകടയ്ക്ക് അനുകൂല നിലപാടുമായി UDF നേതാക്കളും രംഗത്ത്. കേരള സർക്കാരിന്റെ എല്ലാ നിയമങ്ങളും നിബന്ധനകളും പാലിച്ചാണ് കട പ്രവർത്തിക്കുന്നതെന്നും ലക്ഷക്കണക്കിന് രൂപ ലോണെടുത്താണ് ഇങ്ങനെയൊരു തട്ടുകട നിർധന കുടുംബത്തെ സഹായിക്കാനെന്ന രീതിയിൽ ആരംഭിച്ചതെന്നും UDF നേതാക്കളായ ഇബ്രാഹിം മുണ്ടേരി, PK ജനാർദ്ദനൻ, KP ഷാജി എന്നിവർ ഇരിട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങളെ സഹപ്രവർത്തകനും NCP-K-യുടെ ജില്ലാ നേതാവുമായ കൊല്ലപ്പറമ്പിൽ ഷാജി എന്ന ഞങ്ങളുടെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്തായിട്ട് ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജിന് തൊട്ട് ഇപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കാർ കാരേജ് ആയിട്ടുള്ള സ്ഥാപനമുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു തട്ടുകട നടത്താൻ വേണ്ടി ആലോചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായിട്ട് ഒരു തട്ടുകട നടത്താൻ എന്തൊക്കെ വേണം അതൊക്കെ എല്ലാ പേപ്പറുകളും എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വാങ്ങുകയും അങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ അത് ഹാജരാക്കിയപ്പോൾ അവർ വന്ന് പരിശോധിച്ച് അംഗീകാരം ഉണ്ട് എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈസൻസിന് അപേക്ഷയും കൊടുത്തു. തട്ടുകട തുടങ്ങിക്കോളാൻ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്തു. ഏതാണ്ട് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതിനെതിരെ ഒരു പരാതി പോയി. പരാതി കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ 4-ാം വാർഡിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരു സുരേഷാണ് പരാതിക്കാരൻ. അദ്ദേഹം പറയുന്ന കാരണം, തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടാൻ കാരണം, 3-ാം സ്ഥാനത്തെത്താൻ കാരണം KP ഷാജി എന്ന് പറയുന്ന ഷാജിയുടെ പ്രവർത്തനം കൊണ്ടാണ് എന്നെ പരാജയപ്പെടുത്തിയത് ഷാജിയാണ്, അതുകൊണ്ട് ഈ തട്ടുകട നടത്താൻ അനുവദിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഉദ്യോഗസ്ഥന്മാരെ സമീപിച്ചപ്പോൾ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒന്നടക്കം പറഞ്ഞത്, ഞങ്ങൾക്കൊരു പരാതിയില്ല, നിങ്ങൾ പേപ്പറൊക്കെ നിയമപരമായിട്ട് തന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് പരാതിയില്ല, പക്ഷെ പരാതി വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന ചോദ്യമാണ്. അവിടെ ഷാജിയെ സംബന്ധിച്ചിടത്തോളം 2-3 കുടുംബങ്ങൾക്ക് ഉപജീവന മാർഗവും കൂടിയാണ് ഈ തട്ടുകട. അതിനുവേണ്ടി ഷാജി നിലനിർത്താൻ ഭരണകക്ഷിയായ CPM-ൻ്റെ പ്രഗത്ഭരായ നേതാക്കന്മാരെയൊക്കെ സമീപിച്ചു. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരൊക്കെ കൈമലത്തി. എന്നാൽ പുന്നാട് ലോക്കൽ കമ്മിറ്റീൻ്റെ സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞത്, ഒരു കാരണവശാലും ഷാജി അവിടെ നടത്താൻ വിടില്ല, അയാൾ ഇടതുപക്ഷ വിരോധിയാണ്, അയാളാണ് തോൽവിക്ക് കാരണം, അതുകൊണ്ട് 2 വാർഡും തോക്കാൻ കാരണം അയാളാണ്, അതുകൊണ്ട് അയാളെ അനുവദിക്കില്ല എന്ന വലിയ ദാർഷ്ട്യത്തോടുകൂടി പറയുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായാൽ വളരെ കുറവാണ്. ഇരിട്ടി പട്ടണം ഉൾപ്പെടെ ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ പല മേഖലകളിലും ഒരു പേപ്പറും ഇല്ലാത്ത ഒരുപാട് തട്ടുകടയും മറ്റ് ഉന്തുവണ്ടികളുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനൊന്നും തന്നെ പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നോട്ടീസോ കാര്യങ്ങളോ എടുത്തുമാറ്റാനോ ഇതുവരെ പറഞ്ഞിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അലോട്ട്മെൻറ്റ് പ്രകാരം ഈ തട്ടുകടക്കും ഉന്തുവണ്ടിക്കാർക്കും ഒക്കെ ലോണ് കൊടുക്കാൻ വേണ്ടി വരെ നിയമം വന്നിട്ടുണ്ട്. അങ്ങനെ ലോണ് വാങ്ങി കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുണ്ട്. ഷാജി ബാങ്ക് ലോണാണ് എടുത്തത്, വലിയ പൈസയാണ് എടുത്തത്. ഈ സ്ഥാപനം വളരെ ഭംഗിയിലാണ് അവിടെ തയ്യാറാക്കിയത്. തട്ടുകട എന്ന് പറയുമ്പോൾ സാധാരണ കുന്തിക്കൊണ്ടുപോയി വെക്കുന്നതല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ മുന്നിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു വാഹനങ്ങൾക്കോ വ്യക്തികൾക്കോ നടന്നു പോകുന്ന ആൾക്കോ ആർക്കും ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു സ്ഥാപനം. വൈകുന്നേരമാകുമ്പോൾ ആ പ്രദേശത്ത് നല്ല നിലയിൽ ഒരു ചായ കുടിക്കാൻ ആർക്കും കിട്ടാത്ത സാഹചര്യം കണ്ടതുകൊണ്ടാണ് അവിടെ പ്രത്യേകിച്ച് തുറന്നത്. അവിടെ എല്ലാവരും പോയി ചായ കുടിക്കുന്നുണ്ട്. പക്ഷേ അത് ദീർഘിച്ച് മുമ്പോട്ട് പോകാൻ അനുവദിച്ചില്ല. 5ഓളം തൊഴിലാളികൾ അവിടെ ഉണ്ട്. അവരുടെയൊക്കെ ജോലി നഷ്ടപ്പെട്ടിട്ടാണ് ഉള്ളത്. രാഷ്ട്രീയ പകപോക്കലാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് UDF-ന് പറയാനുള്ളത്. ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ സാധ്യമല്ല. ഇത് ജനങ്ങളെ അറിയിക്കണം, പൊതുജനങ്ങളെ. തട്ടുകട എന്ന് പറയുന്നത് ഒന്നല്ല, 100 കണക്കിനുണ്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ. അതൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പലരും കൗൺസിലർമാരുടെ ബന്ധുക്കളൊക്കെ തട്ടുകട നടത്തുന്നുണ്ട്, അതിനൊന്നും പേപ്പറില്ല, അതൊക്കെ റോഡുമേലാണ് നടത്തുന്നത്. എന്നാൽ ഈ KP ഷാജി എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് ഈ ക്രൂരമായ ഒരു വിനോദം ഇവിടെ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടിൽ രാഷ്ട്രീയപരമായ പകപോക്കിലാണ് നടത്തുന്നത്. അതിനെതിരായി ഐക്യജനാധിപത്യ മുന്നണി സമരവുമായി തന്നെ മുന്നോട്ടേക്ക് പോകും എന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. എൻ്റെ ഈ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ ഈ നേതാക്കളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. കാരണം 5 കുടുംബങ്ങൾക്ക് ഇപ്പോൾ ജോലി കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റും തെരുവോര കച്ചവടങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്
ഇങ്ങനൊരു ആശയം എനിക്കുണ്ടായത്. അത് എൻ്റെ സ്വന്തം സ്ഥലത്തിൻ്റെ മുന്നിലാണ് ഞാൻ ആ സ്ഥാപനം സ്ഥാപിച്ചത്. സാധാരണ തട്ടുകടയ്ക്ക് ഒരു NOC കൊടുക്കുമ്പോഴുണ്ടാകുന്നത് അത് വളവിലോ അല്ലെങ്കിൽ മറ്റ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മുന്നിലുള്ള ഒരു ഷോപ്പുകാരന് ഒരു തടസ്സം സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ കാൽനടക്ക് യാത്രക്കാർക്ക് പ്രയാസം ഉണ്ടാകുമോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പരാതികൾ സ്വാഭാവികമായി വരാറ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മീഡിയൻ്റെ ഉള്ളിൽ, അതായത് എൻ്റെ സ്ഥലത്തിൻ്റെയും അതിൻ്റെ നടുക്ക് ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ അവിടെ ജനങ്ങൾ വരികയും ആ ഒരു ഭാഗം വളരെയധികം മെച്ചപ്പെട്ടു വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പരാതി ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത്. എന്നെ ഈ രീതിയിൽ ആക്രമിക്കുന്നത് സുരേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ മാത്രം താല്പര്യപ്രകാരമാണ്. അദ്ദേഹം നിരന്തരം മുനിസിപ്പാലിറ്റിയിൽ കയറി ഇറങ്ങിയാണ്. ഇത് ബന്ധപ്പെട്ട് ഞാൻ ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് 100 കണക്കിന് കയ്യേറ്റങ്ങളുണ്ട്, നിങ്ങൾ അവർക്കെതിരെ പരാതി തരൂ, ഞാൻ ആ പരാതി പ്രകാരം അവർക്കെതിരെ നടപടിയെടുക്കാം. എൻ്റെ നിലപാട് മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നതല്ല. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇരിട്ടിയിൽ പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് എത്രയധികം സ്ഥാപനങ്ങൾ ജലസേചന വകുപ്പിൻ്റെ സ്ഥലങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കൗൺസിലറുടെ അച്ഛൻ നടത്തിയിരിക്കുന്ന സ്ഥാപനം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജബ്ബാർ കടവ് പാലത്തിന് സമീപം എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ നടത്തുന്നുണ്ട്. അങ്ങനെ ചാവശ്ശേരി വളവരക്കുന്നിൽ 8ഓളം സ്ഥാപനങ്ങൾ റോഡിലേക്ക് ഇറക്കി നിർത്തി പൊതുജനങ്ങൾക്ക് ഭീഷണിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കീഴൂർക്കുന്നിൽ ആദ്യം നഗരചന്ത എന്ന് വരികയും പിന്നീട് കുറച്ച് പച്ചക്കറികൾ കൊണ്ടുപോക്കുകയും കുടുംബശ്രീൻ്റെ ബോർഡ് വെച്ചിട്ട് അവിടെ ജനങ്ങൾക്കിരിക്കാൻ വേണ്ടി KSTP സ്ഥാപിച്ച പാർക്കിൻ്റെ മേഖല ഹോട്ടലും അവിടെ റെസ്റ്റോറൻറ്റും ഒക്കെ പറഞ്ഞ് 10-40 പേര് അവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു. തൊട്ടപ്പുറത്ത് വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട് പൊതുസ്ഥലം കയ്യേറി വർക്ക്ഷോപ്പ് നടത്തുന്നു. ഇവിടെ ഒന്നും കാണിക്കാത്ത നിയമ സംവിധാനം എനിക്ക് മാത്രം എന്നോട് കാണിക്കുമ്പോൾ തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി എന്നെ എന്ന വ്യക്തിയെ ഈ ഒരു സംരംഭക ലോൺ എടുത്ത് ഈ പ്രസ്ഥാനം തുടങ്ങാൻ വന്ന എന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഈ നടപടിയാണ്. ഈ നടപടി ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ ഇരിട്ടിയിലെ കയ്യേറ്റങ്ങൾക്കെതിരെ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി ഞാൻ ലീഗൽ അഡ്വൈസറൊക്കെ ആയിട്ട് ആലോചിച്ചിട്ടുണ്ട്. വ്യാപകമായ കയ്യേറ്റങ്ങൾ ഇരിട്ടിയിലുണ്ട്. ദയവ് ചെയ്ത് എന്നെ ഇത്തരം പ്രവൃത്തിയിലേക്ക് തള്ളിവിടരുത് എന്ന് മാത്രമാണ് എനിക്ക് ഈ നാട്ടിലെ എന്നെ എതിർക്കുന്നവരോട് പറയാനുള്ളത്. കാരണം ഞാൻ അത്തരം ഒരു പ്രവൃത്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ദൂരവ്യാപകമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ഇതുകൊണ്ട് ഹൈക്കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ ഈ തെരുവോരങ്ങളിൽ കച്ചവടം നിരോധിച്ചിരിക്കുന്നതാണ് ഹൈക്കോടതി. അത് ഒരു സ്റ്റേ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് മറിച്ചൊരു സ്റ്റേ നേടാൻ ഇന്ന് രാജ്യത്ത് നിയമമില്ല എന്നാണ് എനിക്ക് നിയമവിദഗ്ധരുമായുള്ള കൂടിക്കാഴ്ചയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എൻ്റെ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാനും 5 കുടുംബങ്ങൾക്ക് അതൊരു ജീവിതോപാധിയായി മാറാനും എല്ലാവരുടെയും സഹായം വേണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞാൻ UDFൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഭാഗത്ത് UDF ഒരിക്കലും 2-3 വർഷങ്ങൾ തവണയായിട്ട് അവിടെ മത്സരരംഗത്ത് ഉണ്ടാകാതെ പിന്നോട്ട് പോയൊരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അവിടെ മനസ്സിലായി അവിടെ UDFന് നല്ലൊരു വേരോട്ടമുള്ള ഒരു സ്ഥലമാണ്, സംഘടിതമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ കഴിയുമെന്ന് വന്നു. അങ്ങനെ അവിടെ ചെയർമാൻ ഞാനായിരുന്നു. ഞങ്ങൾ നിരന്തരം വീടുകൾ കയറി ആളുകളുമായിട്ട് സംവദിച്ചു. എൻ്റെ വീട്ടിൽ ആദ്യമായി ഒരു കുടുംബസംഗമം നടത്തി. അതിൽ 100ഓളം പേരുകൾ പങ്കെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മുതൽ എന്നോട് ഈ തവണയിൽ ഈ രീതിയിലുള്ള പ്രവണത അവസാനിപ്പിക്കണം, ഇടതുപക്ഷത്തിനെതിരെയുള്ള ആക്രമണം കുറയ്ക്കണമെന്ന് പറയുകയും പിന്നെ നിരന്തരം ഞാൻ താലൂക്ക് സഭാ മെമ്പറാണ്. ഞാൻ ഇരിട്ടിയിലെ കയ്യേറ്റങ്ങൾക്കെതിരെ നിരന്തരം താലൂക്ക് സഭയിൽ ശബ്ദിക്കുന്ന ഒരാളാണ്. തട്ടുകടകളുടെ മാലിന്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്ഥാപനം നിങ്ങൾക്ക് പരിശോധിക്കാം. 1 ലക്ഷത്തിന് രൂപ മേലെ ഉള്ള മാലിന്യ സംസ്കരണ തന്നെ സ്ഥാപിച്ചിട്ടാണ് ഞാൻ ആ കടയോടെ ഉണ്ടാക്കിയത്. ആ രീതിയിലാണ് സുരേഷ് മാത്രമാണ് എന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത്. എന്നെ CPM ആക്രമിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. സുരേഷ് എന്നെ വ്യക്തിപരമായിട്ട് ഈ രീതിയിൽ ആക്രമിക്കുമ്പോൾ ഞാൻ ജില്ലാ സെക്രട്ടറിയെ കണ്ടിട്ടുണ്ട്, CPMൻ്റെ മറ്റ് നേതാക്കളെ കണ്ടിട്ടുണ്ട്. അവരൊക്കെയും അത് അന്വേഷിക്കാമെന്ന് പറയുന്നതല്ല, എന്നോടൊരു പകപോക്കുന്ന രീതിയിലാണ് പെരുമാറിട്ടില്ല. അല്ല, ഇതിൽ ടെമ്പററി ലൈസൻസ് ആണ് ആവശ്യമുള്ളത്. ആ ടെമ്പററി തരണേ പോലും ബോർഡ് തീരുമാനിക്കണം എന്നാണ് ഇവർ പറയുന്നത്. ആ ബോർഡ് തരില്ല. ഞങ്ങൾ ഈ അപേക്ഷയുമായി ചെന്നപ്പോൾ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നില്ല അപേക്ഷ. അവർ പറയുന്നത് ഇപ്പോൾ അതിനൊരു നോംസ് ഇല്ല, നിങ്ങൾ അതെടുത്ത് മാറ്റുക, തൽക്കാലം നിങ്ങൾ മാറ്റുക എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോഴത്തെ നടന്ന താലൂക്ക് സമിതിയിൽ ഞാൻ ഉന്നയിച്ച ഒരു കാര്യത്തിന് മാത്രം മറുപടി എനിക്കിന്ന് വീട്ടിൽ കൊറിയർ വന്നിട്ടുണ്ട്. അതിൽ ഈ നഗരസഭയിലെ ഈ വെള്ളങ്ങൾ, ഈ തട്ടുകട ശേഖരിക്കുന്ന വെള്ളം എങ്ങോട്ട് കളയുന്നു, പൈസ റിസർവോയിൽ കളയുന്നതെന്ന് പറഞ്ഞതിന് മാത്രം മറുപടിയില്ല. സെക്രട്ടറി മറുപടി പറഞ്ഞിട്ടില്ല. അതെന്തൊരു ന്യായമാണ്? മറ്റ് ചോദ്യങ്ങൾക്കെല്ലാം നക്ഷത്ര ചിഹ്നിട്ട് എനിക്ക് വീട്ടിലേക്കും മറുപടി വരുമല്ലോ. എനിക്ക് മറുപടി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉന്നയിച്ച ഇതിന് മാത്രം അവിടെ ഫില്ലിങ് ദ ബ്ലാങ്ക്, അവിടെ മറുപടിയില്ല. കാരണം ഇതൊക്കെ ഇപ്പോൾ തട്ടുകടയുടെ നഗരപരിധിയിൽ വരുന്ന നിയമം എന്താ വെച്ചാൽ 7 മണിക്ക് ശേഷമാണ് വരേണ്ടത്. അത് 9 മണിക്ക് മാത്രമേ ഇരിക്കാനുള്ള പെർമിഷൻ കൊടുക്കാൻ പാടുള്ളൂ. സ്റ്റൂളുകൾ നീക്കുക. നമ്മുടെ മുന്നൊരു SI ഉണ്ടായിരുന്നു മനോജ് സാർ എന്നിട്ട്, ഇപ്പം വിജിലൻസ് ഇല്ല. അദ്ദേഹം ഈ നിയമത്തിനനുസരിച്ച് ഇരിട്ടിയും തട്ടുകട 7 മണിക്ക് മാത്രം ഇരിട്ടി കൊണ്ടുവന്ന ആളായിരുന്നു ആൾ. എല്ലാ സ്റ്റൂളും എടുത്ത് കളഞ്ഞിട്ട് നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ 2 മണിക്ക് മുതൽ തട്ടുകടകൾ വരുന്നത്. അത് വന്നോട്ടെ, അതൊന്നും ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല. അത് അവരുടെ നിയമങ്ങൾ പാലിച്ച് അവർ നടന്നോട്ടെ. പക്ഷേ എന്നെ എന്തിനാണ് ഈ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചതിൻ്റെ പേരിലാണോ? മറ്റെല്ലാവർക്കും സാധിക്കും, എനിക്ക് മാത്രമില്ല. എൻ്റെ അപേക്ഷ സ്വീകരിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട് പോലും. ഇപ്പോൾ ഞങ്ങളുടെ കൗൺസിലർമാർ ഇത് ബോർഡിൽ ഉന്നയിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ അടിയന്തരമായ ചർച്ചകൾക്കാണ് ഇപ്പോൾ അനുമതി കൊടുക്കുന്നത്.
അടിയന്തര പ്രാധാന്യമുള്ളത് മാത്രം വിളിക്കുന്നു. ഇനി കോമൺ ചർച്ച വരുമ്പോഴേ നമുക്ക് നഗരസഭയിൽ ഇത് ഉന്നയിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവിടെയും നമുക്ക് പറ്റുന്നില്ല. ഇന്ന് ബോർഡുണ്ട്, ഈ ബോർഡിൽ ഇത് ഉന്നയിക്കാൻ പറ്റുള്ളൂ നമുക്ക്. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.